അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 2 തരം പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ പിസയും ചീസ് പിസയും. പിസ ഉണ്ടാക്കാൻ ഈസിയാണ്. ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിസക്കുള്ള മാവ് കുഴച്ച് വെക്കുക. എന്നിട്ട് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നെക്സ്റ്റ് പിസ സോസ് ഉണ്ടാക്കി വെക്കുക. ഇതും ഈസിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സിയിൽ അരച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പിസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ കാണാം. പിസ ഉണ്ടാക്കാൻ ആദ്യം മാവ് തയ്യാറാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: കുറച്ച് ഇളം ചൂടുവെള്ളം, 1 കപ്പ് മൈദ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, 3 ടേബിൾ സ്പൂൺ തൈര്. ആദ്യം മാവ് തയ്യാറാക്കി വെക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രം എടുത്ത് അതിനകത്ത് 1 കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, തൈര്, ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒക്കെ ഇട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇത് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുക. മാവ് കുഴച്ചിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ നന്നായിരിക്കും. നെക്സ്റ്റ് പിസ സോസ് തയ്യാറാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 3-4 തക്കാളി ചെറുതായി കട്ട് ചെയ്യുക, ഒരു സവാളയുടെ പകുതി, 3 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഉപ്പ്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ തക്കാളി, സവാള, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എല്ലാം ഇട്ട് നന്നായി അരച്ചെടുക്കുക. നെക്സ്റ്റ് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അരച്ചു വെച്ച തക്കാളി പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് ഡ്രൈ ആക്കി എടുക്കുക. വിനീഗർ കുടിപ്പോവാനേ പാടില്ല, 1 ടീസ്പൂൺ മാത്രം മതി. ഇപ്പോൾ പിസ സോസ് റെഡിയായി. പിസ ബേസിന് മുകളിൽ വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: 200 ഗ്രാം പിസ ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുക, മഷ്റൂം ഇതുപോലെ ചെറുതായി മുറിക്കുക, സവാള നീളത്തിൽ മുറിക്കുക, ക്യാപ്സിക്കം, തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കളറിന് വേണ്ടി എടുത്തതാണ്. ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, സൺഫ്ലവർ ഓയിൽ. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള, ക്യാപ്സിക്കം,
മഷ്റൂം, ഉപ്പ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് 1 മിനിറ്റ് വഴറ്റുക. ലാസ്റ്റ് കുരുകളഞ്ഞ തക്കാളിയും ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ സമയം വെച്ചാൽ പച്ചക്കറികളിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വന്ന് പച്ചക്കറികൾ ചുരുങ്ങിപ്പോവും. ഇത്രയും വെന്താൽ മതി. ഗ്യാസ് ഓഫ് ചെയ്ത് പച്ചക്കറികൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റണം. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ല ലൂസായി വന്നിട്ടുണ്ട്. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് പൊടിയോ മാവിൻ്റെ മുകളിൽ വിതറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് മാവ് 3 പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. ചപ്പാത്തി പലേൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് മാവ് അതിന് മുകളിൽ വെച്ച് കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ ഇവിടെ നിന്ന് എടുത്ത് ഒരു പാനിൽ വെച്ച് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് അടുത്തടുത്തായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടത് കാരണം ഇതങ്ങ് പൊങ്ങി വരും, ചപ്പാത്തി പോലെ പൊങ്ങി വരും. അങ്ങനെ വരാതിരിക്കാനാണ് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. പാനിൽ വെച്ച് 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. നെക്സ്റ്റ് പിസ്സ സോസ് ഇതിന് മുകളിൽ പുരട്ടി കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. 2 സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കുക. ഒരു പിസക്ക് 100 ഗ്രാം ചീസാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തത്. ചീസിന് മുകളിലായിട്ട് പച്ചക്കറികൾ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് മാത്രം ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് കൂടിപ്പോയാൽ പച്ചക്കറികൾ കാണാതെ പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് മുകളിൽ 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗവിൽ ഒരു പാന് വെച്ച് അതിന് മുകളിൽ വേണം പിസ്സ പാന് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റ് വേവിക്കുക. മൂടി വെച്ച് വേവിക്കുക. 30 മിനിറ്റ് ആയപ്പോഴേക്കും ചീസ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. പിന്നെ പച്ചക്കറികളും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പിസ്സ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിസ്സയുടെ അടിഭാഗം നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. പിസ്സ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിന് മുകളിൽ ചില്ലി ഫ്ലേക്സും ഒറിഗാനോവും ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇടാതെ ചീസ് പിസ്സയാണ് ഉണ്ടാക്കിയത്. നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇടാതെ ഉണ്ടാക്കി. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതിന് മുകളിലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു.
200 ഗ്രാം ചീസാണ് ചീസ് പിസയ്ക്ക് വേണ്ടി എടുത്തത്. ഇത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ മാത്രം എടുത്തതാണ്. വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിൽ ഇങ്ങനെ ചീസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കാണാറില്ല പിസ്സ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചീസ് വലിഞ്ഞു വരുന്നത്. അത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വരുന്നത്. ലാസ്റ്റ് മുകളിൽ ചില്ലി ഫ്ലേക്സും ഓറിഗാനോവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓവനിൽ 2 മിനിറ്റ് വെച്ച് ചീസ് മെൽട്ടാക്കി എടുത്തു. ഇപ്പോൾ പിസ്സ റെഡിയായി. കണ്ടില്ലേ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുന്നത്? ഇത് ചൂടോട് കൂടി തന്നെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചീസ് വലിഞ്ഞു വരൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. താങ്ക്സ് ഫോർ വാച്ചിങ്.